എടോ താനല്ലേടോ പറഞ്ഞത് BJP-യുടെ പുതിയ മേയർ ഭയങ്കര സംഭവമാണെന്ന്. എന്നിട്ട് BJP-ക്ക് പിഴയിട്ട് ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റില്ല. ഞങ്ങൾ CPM എങ്ങാനും എടുത്തിട്ട് ചെയ്തെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ അഹങ്കാരം ധാർഷ്ട്യം ഇപ്പൊ BJP-ക്കാർ ചെയ്തപ്പോൾ തനിക്കൊന്നും പറയാനില്ലേ? പ്രതികാര നടപടി അല്ലേ? മാധ്യമങ്ങൾക്ക് കാശ് കൊടുത്ത് പറയിപ്പിക്കണത് നിങ്ങളാണെന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അത് ഉറപ്പായി. അല്ല, ഈ റവന്യൂ ഉദ്യോഗസ്ഥനെ കൂടാതെ മറ്റേ 7 പേരെ കൂടി സ്ഥലം മാറ്റിയിട്ടുണ്ടല്ലോ, അതൊന്നും സഖാവ് കണ്ടില്ലേ? ആഹാ, അപ്പൊ 7 പേരോട് പ്രതികാരം ചെയ്തല്ലേ? BJP-ക്ക് അഹങ്കാരം. BJP-യുടെ മേയർ ഇപ്പൊ രാജിവെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് രാജിവെച്ചാൽ മതിയാ. എടാ, ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാനായിട്ട് മേയർക്ക് എന്താ അധികാരം? എന്നെങ്കിലും ഒന്ന് പോയി നോക്ക് എന്റെ പൊട്ടാൻ അടിമേ. ഇതൊന്നും കമ്മികൾ പറഞ്ഞു തന്നിട്ടില്ലേ? ഒരു റവന്യൂ ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തിരഞ്ഞെടുത്ത സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തുന്നതല്ല. അവര് പഠിച്ച് എക്സാം എഴുതി യോഗ്യത നേടി അവിടെ കയറണതാണ്. പിന്നെ ഇപ്പൊ സ്ഥലം മാറ്റിയിരിക്കുന്നത് തന്നെ കൗൺസിൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തേക്കാണ്. റാങ്ക് ഒന്നും കുറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള നടപടി മാത്രമാണ് 7 പേരെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ സീറ്റ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. അതിന് BJP-യുടെ മുതുകത്തോട്ട് കയറുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലായി. അറിവില്ലായ്മയാണെങ്കിലും ഇത് കരുതി കൂട്ടി തന്നെ. CPM-ഉം BJP ഒക്കെ കണക്കാം. CPM ചെയ്ത പോലെ തന്നെയാണ് BJP ചെയ്യണം. അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി തന്നെയല്ലേ മാപ്രകൾക്ക് കാശ് കൊടുത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി എന്ന് മനസ്സിലാവുന്നുണ്ട്.